സിമ്പിളായിട്ടുള്ള ഒരു വാഴയ്ക്ക മുളകും വെളുത്തുള്ളിയും ഇടിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് ഒരു കൂട്ട്. അപ്പോൾ അതിന് ആ വെള്ളം വെച്ച് വെള്ളം തിളപ്പിച്ച് കുറച്ച് ഉപ്പിട്ട് ഇട്ട് ഇനി ഇതിനകത്ത് കഴുകി വെച്ചിരിക്കുന്ന കറയൊക്കെ പോക്കി വെച്ചിരിക്കുന്ന വാഴയ്ക്ക ഇതിനകത്തോട്ട് അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. അത് ഇതിനകത്തോട്ട് ഇട്ട് വേവിക്കണം. വെന്ത് വന്നതിന് ശേഷമാണ് മുളകൊക്കെ ഇട്ട് ഇടിച്ചത് വരട്ടുന്നത്. ഇത്രയേ ഉള്ളൂ. അതിപ്പോൾ ആദ്യം ഒന്ന് വേവട്ടെ. അടയ്ക്കണം. പാകത്തിന് വെള്ളവും കറക്റ്റ് ഇതായി. അപ്പോൾ തീഞ്ഞ് ഓഫ് ചെയ്യുക. ഇത് അധികം ഉടയേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്നാലേ അത് കറക്റ്റിന് വരത്തുള്ളൂ. ആ മസാലയിൽ അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. നമുക്ക് സവാളയും വെളുത്തുള്ളിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇത്ര തന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ്. കരിവേപ്പിലയും സവാളയും ഇടിച്ച് കൊണ്ടുവന്നതാണ്. ഇത് മിക്സിയിൽ ഒന്ന് കറക്കി എടുത്തതാണ്. എന്നിട്ട് അത് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ചട്ടിയിൽ. അത് കടുതാളിക്കണം. എന്നിട്ട് വാഴയ്ക്ക ഇടണം. ഇത്ര തന്നെ. കരിവേപ്പില ഇടണം. കരിവേപ്പില ഇട്ടതിന് ശേഷം ഇത് നമുക്ക് ചട്ടിയിൽ ഇട്ടിട്ട് ചട്ടി വയ്ക്കുക. ചട്ടി വെച്ചിട്ട് കടുകിടണം. കടുകിട്ട് കടുക് നല്ല ചൂടായി നല്ല പൊട്ടി വരും. പൊട്ടി വരുമ്പോഴാണ് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഈ മസാല ഇതിലേക്ക് നമ്മൾ ഇടുന്നത്. ഇട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇളക്കി ഇട്ടിട്ട് കുറച്ച് നേരം ആവുമെന്നും പറഞ്ഞ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകാൻ പാടില്ല. മസാല ഇളക്കി തന്നെ ഇരിക്കണം. അല്ലെങ്കിൽ പിന്നെ അത് കരിഞ്ഞു പോവും. കരിഞ്ഞു പോയാൽ ആ മസാലയുടെ ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അപ്പം എണ്ണ വേണമെങ്കിൽ നമ്മൾ കുറച്ചും കൂടി എണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പം എണ്ണ ആവശ്യത്തിനുള്ള എണ്ണയും ഒഴിച്ച് കരിവേപ്പിലയും ഇട്ട് ഇളക്കി അപ്പോഴും നോക്കുമ്പം മസാല പാകത്തിന് ആയിട്ടുണ്ട്. അപ്പോൾ പാകത്തിനായ മസാല പിന്നെയും നമ്മളൊന്ന് ഇളക്കി നോക്കുക. പച്ചമണമൊക്കെ പോയിട്ടുണ്ടോ എന്നൊക്കെ നോക്കണം. അപ്പോൾ ആ പച്ചമണമൊക്കെ പോയി കഴിഞ്ഞെങ്കിൽ അത് ആയെന്നുള്ളതാണ്. അപ്പം നമുക്ക് ഈ വാഴയ്ക്ക അരിഞ്ഞു വെച്ചിരിക്കുന്നത്, വാഴയ്ക്കായാലും ഉരുളക്കിഴങ്ങായാലും എന്തുമായാലും അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇതിനകത്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. നല്ലപോലെ പുരട്ടി ഇളക്കുമ്പോൾ ഈ മസാല വന്നിട്ട് വാഴയ്ക്കയിൽ എല്ലാത്തിലും പിടിച്ച് വരുന്നത് വരെ നമ്മളത് ഇളക്കി തന്നെ കൊടുക്കണം. അപ്പോൾ കണ്ടില്ലേ, ഏതാണ്ട് ഇളക്കി കൊടുക്കുന്നത് കൊണ്ട് ഓരോരോ മസാല മുളകും അതിൻ്റെ വെളുത്തുള്ളിയും എല്ലാം ഈ ഇളക്കി കൊടുക്കുമ്പോൾ ഈ വാഴയ്ക്കയിൽ അത് പിടിച്ച് വരും. അപ്പം ഉപ്പുണ്ടോയെന്നൊക്കെ നമ്മൾ നോക്കി കൊടുക്കണം. അപ്പോൾ ഉപ്പെല്ലാം പാകത്തിന് ഉണ്ടെങ്കിലേ ഈ വാഴയ്ക്ക് ഒരു രുചി വരത്തുള്ളൂ. അപ്പോൾ ഒന്ന് ചൂടാവട്ടെ എന്ന് പറഞ്ഞ് അടച്ചു കൊടുക്കുക. വീണ്ടും ആ അടപ്പെടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇളക്കി കൊടുത്ത് കരിവേപ്പില ഉണ്ടെങ്കിൽ കുറച്ച് കരിവേപ്പിലയും കൂടി ഇട്ട് വയ്ക്കുക. വാഴയ്ക്ക റെഡിയായി കഴിഞ്ഞു.